വിവാഹ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ രേഷ്മയെ ആര്യനാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. എറണാകുളം ഉദയംപേരൂർ മണക്കുന്നം ഇല്ലത്ത് പറമ്പിൽ കോരയത്ത് ഹൗസിൽ രേഷ്മയെ ആണ് നെടുമങ്ങാട് കോടതിയിൽ നിന്നും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. നാളെ തൊടുപുഴയിലും താലികെട്ടിയവരുടെ വീടുകളിലും എത്തിച്ച് തെളിവെടുക്കുമെന്നാണ് സൂചന. 2014 ആദ്യ വിവാഹം ചെയ്ത എറണാകുളം സ്വദേശി മുതൽ തൊടുപുഴ, കോട്ടയം, കൊട്ടാരക്കര, വാളകം, വൈക്കം എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കും. കൊല്ലത്ത് ഭർത്താവിനൊപ്പമുള്ള രേഷ്മയുടെ കുട്ടിയുടെ DNA പരിശോധന നടത്തി അച്ഛൻ ആരെന്ന് കണ്ടെത്തുമെന്ന് പോലീസ് അറിയിച്ചു. ഇക്കഴിഞ്ഞ 6-ന് ആര്യനാട് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോഴായിരുന്നു രേഷ്മ പിടിക്കപ്പെടുന്നത്. പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ ഉഴമലക്കലിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വീട്ടിലായിരുന്നു കല്യാണത്തലേന്ന് രേഷ്മയെ താമസിപ്പിച്ചത്. കല്യാണ ദിവസം രേഷ്മയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയെ തുടർന്ന് ബാഗ് പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. മറ്റൊരാളെ വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്ന് നാടകീയമായി രേഷ്മയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇവിടെ എത്തിയും തെളിവെടുക്കും. അതേസമയം രേഷ്മയ്ക്ക് ചില ഭർത്താക്കന്മാരുടെ വീട് അറിയില്ലെന്നാണ് വെളിപ്പെടുന്നത്. ഒട്ടുമിക്ക വിവാഹങ്ങൾക്ക് ശേഷവും മറ്റെവിടെയെങ്കിലും ദമ്പതികളായി താമസിക്കും. ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയം മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞു മുങ്ങും. 2024-ലെയും 2025-ലെയും വിവാഹം ചെയ്തവരുടെ വിവരങ്ങൾ മാത്രമേ രേഷ്മ പോലീസിനോട് പറഞ്ഞിട്ടുള്ളൂ. തൊടുപുഴയിലെ ശരത്തിന്റെ വീട്ടിലാണ് നാളെ ആദ്യം തെളിവെടുപ്പിന് എത്തിക്കുന്നത്. വിവരങ്ങൾ ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലും തെളിവെടുക്കും. 2014 ആണ് ആദ്യം എറണാകുളം സ്വദേശിയെ വിവാഹം കഴിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞു. തൊടുപുഴ, കോട്ടയം, കൊട്ടാരക്കര, വാളകം, വൈക്കം, തിരുമല, ആര്യനാട് എന്നിവിടങ്ങളിലെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്.